നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നില വീട് നല്ല നമുക്ക് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാനായിട്ട് നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല കിടിലം ഒരു ഒറ്റ നില വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ എലിവേഷനും കാര്യങ്ങളും നോക്കുവാണെങ്കിലും നമുക്ക് അതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളും നോക്കുവാണെങ്കിലും രണ്ടിലും നല്ല നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഒറ്റ നില വീടെന്ന് പറയുമ്പോഴത്തേക്കും. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ്. കാവിൻപുറം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റ് നടക്കുന്ന ഒരു ഏരിയയിലോട്ട് നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റും. ഒരുപാട് വില്ലാസും കാര്യങ്ങളും പണി ചെയ്ത് തീർന്ന് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡി ടു മൂവ് ഓൺ ആണ്. നമുക്ക് ഇവിടെ തന്നെ ഒരു 3-4 വീടുകൾ നമുക്ക് സെയിലിനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീടും കംപ്ലീറ്റ് ആയി കിടക്കുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കിടുക്കം വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 25 മിനിറ്റ് നമുക്ക് ഡ്രൈവ് ചെയ്ത് വരുവാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. എലിവേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫ്ലാറ്റ് റൂഫും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കേബിൾ റൂഫും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എലിവേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ടെറാക്കോട്ട മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു എലിവേഷൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ടൊന്ന് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഏരിയ നമുക്ക് ഫുള്ള് ടാറിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ കാണുന്ന ഇത്രയും നമുക്ക് ഫ്രണ്ടേജ് നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടി ആയാലും നിങ്ങൾക്ക് സുഖമായിട്ട് വീടിനകത്തോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയൊരു SUV കോമ്പാക്റ്റ് വണ്ടികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മുറ്റത്ത് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ തന്നെ ഉണ്ട്. ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ. 2 കാർ, ഞാൻ പറഞ്ഞ പോലെ 2 കാർ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വുഡൻ പാറ്റേൺ വരുന്ന ഒരു ഏരിയയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു എലിവേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എലിവേഷനും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 12x7 ഡയമെൻഷൻ വരുന്ന ഒരു മനോഹരമായൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്താണ് ഈ ഒരു ഭാഗം ഫ്രണ്ടേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ചുമര് മുഴുവൻ നമ്മൾ നോക്കുവാണെങ്കിൽ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു ഏരിയ അവരത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്കിവിടെ സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ നമുക്ക് 2 പാളി വരുന്ന ഡോറാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാവിൻ തടിയൊക്കെ വെച്ച് നമുക്ക് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഫ്രണ്ട് ഡോർ നമുക്കിവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയേറിയ ഒരു ഫ്രണ്ട് പാസേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീടിനകത്ത് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഈ വീടിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ലിവിങ് ഏരിയയിൽ കാണുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല സ്പേസ് വരുന്ന ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. 14x16 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് ഏരിയ, അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ സൈഡിലും നമുക്ക് താഴെയുമായിട്ട് ഈ TV യൂണിറ്റ് ഏരിയയുടെ ചേർന്ന് നമുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളാണ് ചെയ്ത് ടോപ്പിൻ്റെ ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പാർട്ടീഷനാണ് നമുക്കിവിടെ കാണുന്നത്. ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ലിവിങ് ഏരിയയും നമുക്ക് വ്യത്യസ്തമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ. ഇത് തൊട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്ത് നല്ല കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്ത അടിപൊളിയായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മിററും അതുപോലെ തന്നെ ബാക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയും. സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്റ്റോറേജ് സ്പേസ് താഴെയും മുകളിലും സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുകളിൽ അവിടെയും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ ടേബിൾ ആയാലും നമുക്ക് ഇതിനകത്ത് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്കിവിടെ ഉണ്ട്. മുകളിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കല്ല, നമുക്ക് ലിവിങ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം എൻട്രൻസിൽ തന്നെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഈ ഒരു കിച്ചണിൽ വന്നിട്ടുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. നല്ല വിശാലമേറെ ഗംഭീരമായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ. നമുക്ക് ഇതൊരു 16x14 ഡയമെൻഷനാണ് കിച്ചൻ്റെ ഏരിയ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല വുഡൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മനോഹരമായ ടൈൽസും കാര്യങ്ങളൊക്കെ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു ക്യാബിനറ്റ്സും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വരുന്നുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ ഉൾപ്പെടെ വരുന്ന തീമാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് ചിമ്മിനി എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് 4.5 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീടുള്ളത്. 4.5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ വീട്. 3 ബെഡ്റൂമാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് ഈ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള വാൾ റൂപ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂപ്സ് ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. വിത്ത് ഒരു മിറർ ഉൾപ്പെടെ നമുക്ക് ഡ്രസ്സിങ് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാൾ റൂപ്സ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മുകളിൽ ഫോൾ സീലിംഗ് എല്ലാം ഈ ഒരു പാറ്റേണിലെ ഫോൾ സീലിംഗ് നമുക്കിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഈ കാണുന്നതാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോൾ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്ക് 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. AC പോയിൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ വാൾ റൂപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. വാൾ റൂപ്സ് എല്ലാം നമുക്ക് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കി തീർത്തിട്ടുള്ള ഒരു വാൾ റൂപ്സ് ആണ്. ഫോൾ സീലിംഗ് ഈ ഒരു പാറ്റേണിലെ ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു ഫോൾ സീലിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ഇവിടെ ചെയ്തേക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂം ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. ഏറ്റവും അവസാനത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ബാക്കിയുള്ള ബെഡ്റൂംസിനേക്കാളും നല്ല ഇച്ചിരി കുറച്ച് സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിത്. 14x16 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള വിശാലമേറിയ വലിയൊരു ബെഡ്റൂം നമുക്കിവിടെ ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാൾ റൂപ്സ് എല്ലാം നമുക്ക് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ വുഡൻ പാറ്റേൺ വരുന്ന ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. എല്ലാ റൂംസിലും നമുക്ക് ഇതേപോലത്തെ വലിയ വിൻഡോസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫുൾ വിൻഡോസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെയും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ബാത്റൂമിനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവിന് സമീപം കാവിമ്പുറം എന്നുള്ള സ്ഥലത്ത് ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു അടിപൊളിയായിട്ടുള്ള മോഡുലാർ രീതിയിലുള്ള ഒരു വീട് നമ്മളിപ്പം കണ്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 58 ലക്ഷമാണ്. 58 ലാക്സ് ആണ് നമുക്ക് ചോദ്യം വരുന്നത്. തികച്ചും നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസിനായിട്ടോ പ്രൈസ് റേഞ്ച് ഡീറ്റെയിൽസിനായിട്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ
മാക്സിമം അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും.